ഹായ് ദേവട്ടി. എന്തെടുക്കുവാ? ഓ, പച്ചക്കറി അരിയാണോ? രാത്രിയിലേക്കാണോ? നാളത്തേക്ക് ഇന്നേ റെഡിയാക്കി വെക്കുകയാണെന്നാണോ? എന്തായാലും മുത്തശ്ശി നിന്റെ കയ്യിൽ ഫോൺ വെച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് കണ്ട് സംസാരിക്കാലോ. എന്താ, തനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്നോ? സംസാരിക്കാതെയും തമ്മിൽ കാണാലോ. അതെ, ഞാൻ പുലർച്ചെ കണ്ട സ്വപ്നത്തില് നീ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാ, സാക്ഷാൽ മൂകാംബിക അമ്മ നിന്റെ ഈ കുറവുകളെല്ലാം മാറ്റിത്തരും. അയ്യോ, ദേവൂട്ടി എന്തിനാ കരഞ്ഞത്? എനിക്ക് മനസ്സിലായി, നിന്റെ കുറവുകളെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് സങ്കടമായി. എന്നോട് കള്ളം പറയണ്ട, ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. സംസാരിച്ചു വന്നതിന്റെ കൂട്ടത്തില് അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതെ, നിനക്കൊരു കുറവുകളും ഇല്ല. അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് അത്രയ്ക്കിഷ്ടമാണ്. എന്റെ പ്രാണനാ നീ. അതുകൊണ്ട് ഞാൻ പറഞ്ഞോർത്ത് കരയല്ലേ. ഓ, സവാള പൊളിച്ചപ്പോ കണ്ണീന്ന് വെള്ളം വന്നതാണെന്നോ? മനസ്സിലായി മനസ്സിലായി. എന്തിനാ ദേവൂട്ടി എന്നോട് നുണ പറയുന്നത്? അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇല്ലടോ, ഒന്നും കഴിച്ചില്ല. ഫുഡ് വാങ്ങി വരാമെന്ന് പറഞ്ഞ കെയർ ടേക്കറെ കാണാനില്ല. സ്വന്തമായിട്ട് വെച്ച് കഴിച്ചുകൂടെന്നോ? ഞാനോ? അയപ്പോ അരിയും പയറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ എങ്ങനെ കഞ്ഞി വയ്ക്കും എനിക്കറിയില്ല. ഓക്കെ, നീ പഠിപ്പിച്ചു തരുമെങ്കിൽ ഞാൻ വെക്കാം. 1 സെക്കൻഡ്, ഞാൻ കിച്ചണിലേക്ക് ഒന്ന് പോട്ടെ. അപ്പൊ ശരി, തുടങ്ങാം. ആ, നിക്ക് നിക്ക് നിക്ക്. ആ, ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? കഴുകണം. ആ,
എന്താ ഘോര വിളിപ്പിച്ചത്? തിരുവനന്തപുരത്ത് നിന്നും തമ്പി വിളിച്ചിരുന്നു അല്ലേ? ആ, വിളിച്ചിരുന്നു. ഘോരയുടെ ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടി പറയാനായിരുന്നു വിളിച്ചത്. ഇനിയിപ്പോ ഒരു ദിവസത്തെ കാര്യം കൂടെയല്ലേ ഉള്ളൂ. ഘോരയുടെ ഹോമം കഴിഞ്ഞ് നമുക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ച് പോവാല്ലേ? പോരാ. തമ്പിയുടെ ആവശ്യം നമ്മുടെ ആവശ്യം കൂടിയാ. അതുമാത്രമല്ല, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് ഇന്നു രാത്രി തന്നെ നിങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്തേക്ക് തിരിക്കണം. പിന്നെന്താ, ഞങ്ങൾ ഇന്ന് തന്നെ പുറപ്പെടാം. ഘോര ഹോമമൊക്കെ കഴിഞ്ഞ് സാവധാനം വന്നാൽ മതിയല്ലോ.